കോഴിക്കോട് കാണാതായ യുവാവ് മരിച്ചു എന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകി. എലത്തൂർ സ്വദേശി വിജിൻ മരിച്ചുവെന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയത്. സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. റിയാസ് KMR ചേരുന്നു. കോഴിക്കോട് കാണാതായിട്ടുള്ള ഈ യുവാവ്, അതായത് വിജിൻ, മരിച്ചു എന്നുള്ള മൊഴി ഇപ്പോൾ കൂട്ടുകാർ നൽകിയിരിക്കുകയാണല്ലോ. ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന 2 പേരെ സംബന്ധിച്ചിട്ട് ഇനി പോലീസിന് എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് എലത്തൂർ പോലീസിനെ ഇത് സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിവരം ലഭിച്ചത്. 2019 കോഴിക്കോട് എലത്തൂരിൽ നിന്നും ഈ നാട്ടുകാരനായ വിജിലിനെ കാണാതാകുന്നത്. തുടർന്ന് പോലീസ് പല അന്വേഷണം നടത്തിയിട്ടും ഫലമുണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് പോലീസ് ഈ ശാസ്ത്രീയ അന്വേഷണം ഈ അടുത്ത കാലത്ത് തുടങ്ങിയത്. ആ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഏറ്റവും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 സുഹൃത്തുക്കളാണ് വിജിനൊപ്പം ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി. അവരെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം ചോദ്യം ചെയ്തപ്പോഴൊന്നും ഇവർ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ വിജീഷ് മരിച്ചു എന്ന മൊഴി 2 പേരും പോലീസിന് നൽകിയിട്ടുള്ളത്. 2019 കാണാതായ ദിവസം ഈ വിജിലും ഇവരും കൂടി കോഴിക്കോട് സരോവരം ബയോ പാർക്കിന്റെ അകത്തുള്ള കാടിനോട് ചേർന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചു എന്നാണ് ഇവരുടെ മൊഴി. അങ്ങനെ മരിച്ച വിജിലിനെ സരോവരം ഭാഗത്ത് കുഴിച്ചുമൂടി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. എന്നാലും ഈ 2 പേരെയും ഇപ്പോഴും കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്ന് സന്ധ്യയോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ആ സമയത്ത് നൽകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ശരി, ആ സമയത്ത് വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.